ഹലോ, ഒരു വൂളൻ ത്രെഡും കുറച്ച് വെള്ള പേപ്പറും അതുപോലെ ഒരു കാർഡ്ബോർഡ് പീസും പിന്നെ ഒരു ക്ലോത്ത് ബാഗും എടുക്കാനുണ്ടോ? എങ്കിൽ നമുക്കൊരു കിടുക്കാച്ചി വാൾ ഡെക്കർ ചെയ്തെടുത്താലോ? ഇഷ്ടമുള്ള അളവിൽ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. ഇനി ആ അളവിനനുസരിച്ച് നമുക്ക് ഈ ക്ലോത്ത് ബാഗിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ക്ലോത്ത് ബാഗ് പീസ് കൊണ്ട് നമുക്ക് കാർഡ്ബോർഡിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ള പേപ്പർ എടുത്ത് പല അളവിലുള്ള കഷ്ണങ്ങളാക്കി മാറ്റാം. ഇങ്ങനെ വലുതും ചെറുതുമായ കുറച്ചധികം പേപ്പർ തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ പേപ്പർ സ്ട്രോ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ സ്ട്രോ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അടിവശവും മുകൾ വശവും ഇതുപോലെ വെട്ടിക്കളയണം. ഇതുപോലെ വലുതും ചെറുതുമായിട്ടുള്ള കുറേ അധികം സ്ട്രോസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കാർഡ്ബോർഡിലേക്ക് അവ ഓരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം. ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു വൂളൻ ത്രെഡ് എടുത്ത് അതിനെ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ചുറ്റിയ ഭാഗം അടർന്നു പോരാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതേ കളർ വൂളൻ ത്രെഡ് കൊണ്ട് തന്നെ നമുക്കൊരു ബോ കൂടി ഉണ്ടാക്കിയെടുക്കാം. ആവശ്യമുള്ളത്ര നീളമെടുത്ത് ബാക്കി നമുക്ക് വെട്ടിക്കളയാം. ഇനി നമുക്കിത് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒട്ടിച്ചു വയ്ക്കാം. ഈ സ്ട്രോയിൽ വെക്കാനായിട്ട് നമുക്ക് കുറച്ച് പൂക്കൾ കൂടി ഉണ്ടാക്കിയാലോ? അതിന് ഇതുപോലെ ഇഷ്ടമുള്ളൊരു കളർ ക്യാരി ബാഗിൻ്റെ പീസ് എടുക്കുക. ഇത് ഇതുപോലെ നടുമടക്കുക. ഇതുപോലെ ചെറുതായി വെട്ടിക്കൊടുക്കാം. ഇതാ മുഴുവനായിട്ട് വെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഒരറ്റത്ത് പശ തേച്ച് ഈർക്കൽ കൊണ്ട് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ഇപ്പോൾ ഈർക്കലിൽ നമ്മൾ മുഴുവനായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി പശ തേച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പല കളറിൽ നമ്മൾ കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇവ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് നമുക്ക് ചുവരിൽ തൂക്കാം. എങ്ങനെയുണ്ട് ഈ ക്രാഫ്റ്റ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.